20 വരെയാണെന്ന് തോന്നുന്നു അല്ലേ നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് 21 മുതലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം. UGC was formally inaugurated in 28 December 1953 by, അപ്പൊ ഇയറുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. UGC ഫോം ചെയ്യുന്നത് എന്നാണ്, ഫോർമലി ഇനാഗുറേറ്റ് ചെയ്തത് എന്നാണ്, അങ്ങനെയുള്ള ഡേറ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല രീതിയിലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് UGCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡേറ്റുകളും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് പോവാം. അപ്പൊ UGC ഫോർമലി ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടത് December 28, 1953 അപ്പൊ ഈ ഡേറ്റ് അങ്ങ് സ്റ്റാമ്പ് ചെയ്ത് വെക്കുക. 28 December 1953 ഓക്കെ. ഇനാഗുറേറ്റ് ചെയ്തത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇനാഗുറേറ്റ് ചെയ്ത ആരാണെന്നാണ് ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ ആ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ അടുത്ത തവണ ചോദിക്കുന്നത് ഈ ഡേറ്റ് റിലേറ്റഡ് ആയിട്ടായിരിക്കും. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് UGC വാസ് ഫോർമലി ഇനാഗുറേറ്റഡ് ബൈ ഇപ്പൊ ഇതിനകത്തുള്ള പേഴ്സണെ തന്നിട്ട് ഓൺ 25 December 1950 എന്ന് തരും. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതായിരിക്കും നമ്മുടെ അടുത്ത് ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ ഫാക്ടുകളും നമ്മൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോകുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം UGC ഫോർമലി ഇനാഗുറേറ്റ് ചെയ്തത് 28 December 1953 28 December 1953 ആരാണ് ഇനാഗുറേറ്റ് ചെയ്തത്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഓക്കെ, അപ്പൊ മൗലാന അബ്ദുൽ കലാം ആസാദ് December 28, 1953 UGC ഫോർമലി ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22 പോവാം. The Washington Accord, an international agreement for engineering accreditation bodies, has Indian representation through. അപ്പൊ ഇത് നിങ്ങൾക്കൊരു ലോജിക്ക് വെച്ചിട്ട് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. എന്തായിരിക്കും? വാഷിംഗ്ടൺ അക്കോർഡ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ അഗ്രിമെന്റ് ആണ് ഫോർ എഞ്ചിനീയറിംഗ് അക്രഡിറ്റേഷൻ ബോഡീസ്. അതായത് എഞ്ചിനീയറിംഗിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഇന്റർനാഷണൽ അഗ്രിമെന്റ് ആണ് ദി വാഷിംഗ്ടൺ അക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോ ഇറ്റ് ഹാസ് ഇന്ത്യൻ റെപ്രസെന്റേഷൻ ത്രൂ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ഇന്ത്യൻ റെപ്രസെന്റേഷൻ, അതിന്റെ ഒരു ഇന്ത്യൻ വേർഷൻ എന്തായിരിക്കും എന്നാണ് ചോദ്യം. ബി ആണോ? നിങ്ങൾ ചാടി കയറി അക്രഡിറ്റേഷൻ എന്ന് കണ്ടപ്പോ നാക്ക് എന്ന് വിചാരിച്ചു. ഇവിടെ ആർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്? എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക്. എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് ആരാണ്? NBA ആണ്, നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ. അപ്പോ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്ക് അഫിലിയേഷൻ കൊടുക്കുന്നത് ആരാണ്? ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്ക് അഫിലിയേഷൻ കൊടുക്കുന്ന ആരാണ്? UGC. അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് അഫിലിയേഷൻ കൊടുക്കുന്ന ആരാണ്? AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അതായത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്ക് അഫിലിയേഷൻ കൊടുക്കുന്നത് UGC ആണെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് അഫിലിയേഷൻ കൊടുക്കുന്നത് AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അങ്ങനെയാണെങ്കിൽ BEd കോളേജുകൾക്ക് അഫിലിയേഷൻ കൊടുക്കുന്നത് ആരായിരിക്കും? BEd കോളേജുകൾക്ക് അഫിലിയേഷൻ കൊടുക്കുന്നത് ഞാൻ ഒരേപോലെ തന്നെ പഠിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, NCTE. അപ്പൊ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്ക് UGC, എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് AICTE, BEd കോളേജുകൾക്ക് NCTE, നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. എഴുതി വെച്ചോ ഇപ്പൊ തന്നെ. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്ക് ഇത് അഫിലിയേഷൻ കൊടുക്കുന്ന ബോഡികളാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്ക് അഫിലിയേഷൻ കൊടുക്കുന്നത് UGC, എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് അഫിലിയേഷൻ കൊടുക്കുന്നത് AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. BEd കോളേജുകൾക്ക് അല്ലെങ്കിൽ ടീച്ചർ ട്രെയിനിങ് കോളേജുകൾക്ക് അഫിലിയേഷൻ കൊടുക്കുന്നത് NCTE, നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. ഇങ്ങനെയാണ് ആ മൂന്ന് ബോഡികൾ പോകുന്നത്. ഇനി അക്രഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ വ്യത്യാസം? അഫിലിയേഷനും അക്രഡിറ്റേഷനും തമ്മിൽ എന്താ വ്യത്യാസം? അഫിലിയേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജിന് ഫംഗ്ഷൻ ചെയ്യാനുള്ള ഒരു അനുമതി കൊടുക്കുക എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് അല്ലെ? കോഴ്സുകൾക്ക് സാങ്ഷൻ കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മള് അഫിലിയേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? ഒരു കോഴ്സിന്, ഒരു പെർട്ടിക്കുലർ കോഴ്സ് ആ കോളേജിൽ നടത്താനുള്ള അനുമതി കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മൾ അഫിലിയേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഈ അക്രഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അക്രഡിറ്റേഷൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും അപ്പം? ഓക്കെ, നമ്മൾ കോളേജിന് അഫിലിയേഷൻ കൊടുത്തു അല്ലെ? അപ്പൊ നമ്മൾ ഒരു കോളേജിന് UGC അഫിലിയേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾ പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അഫിലിയേഷൻ കൊടുക്കുവാണ്.
അത് UGC ആണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അഫിലിയേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിനെ ചെക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോ, ഈ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് നന്നായിട്ട് നടക്കുവോ? അല്ലെ, ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ് ഇതൊക്കെ ഉള്ളത് കൊണ്ടല്ലേ പല ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്ന് മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളും വൃത്തിയായിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു കാരണം എന്താണ്? ഇത് ചെക്ക് ചെയ്യാൻ ആരെങ്കിലും വരും എന്നുള്ള ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് അല്ലെ. അപ്പൊ അതുപോലെ UGC എന്ത് ചെയ്യും? ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്ക് അഫിലിയേഷൻ കൊടുക്കും, AICTE എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് കൊടുക്കും, NCTE BEd കോളേജുകൾക്ക് കൊടുക്കും. ഇനി ഇതിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ബോഡിയാണ് ഉള്ളത് അല്ലെ. അതായത് ഇവർക്ക് ഫണ്ട് കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ നാക് വിസിറ്റ് എന്തിനാണ് വരുന്നത്? ഈ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കൃത്യമായിട്ടാണോ ഫംഗ്ഷൻ ചെയ്യുന്നത്, അതായത് കോളേജുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്യും അല്ലെ. എത്ര കുട്ടികൾ ഇവിടുന്ന് പഠിച്ചിറങ്ങി, അതിൽ എത്ര പേർക്ക് ജോലി കിട്ടി, എത്ര പേര് ഇപ്പൊ ഒരു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ എത്ര പേര് നെറ്റ് ക്ലിയർ ചെയ്തു, എത്ര പേര് JRF ക്ലിയർ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ ആ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് UGC എന്ത് തീരുമാനിക്കുന്നത്? ഇവർക്ക് ഫണ്ട് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഫണ്ട് കൊടുക്കുന്ന UGC ആണെങ്കിലും ഈ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സ്പെസിഫിക് ആയിട്ടുള്ള ബോഡിയാണ് എന്ത്? നാക് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ നാക് ചെയ്യുന്ന എന്താണ്? അക്രഡിറ്റേഷൻ ആൻഡ് അസസ്മെന്റ് ആണ് അല്ലെ. ഒരു കോളേജിനെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയെ അസസ് ചെയ്തിട്ട് അതിനെ അക്രഡിറ്റ് ചെയ്യുക. അക്രഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു ക്രെഡിറ്റ് കൊടുക്കുക, ഒരു മാർക്ക് കൊടുക്കുക അല്ലെ. ആദ്യം കോളേജിന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും? അസസ് ചെയ്യും. അസസ് ചെയ്യുമ്പോൾ ഇന്ന കുറച്ച് ക്രൈറ്റീരിയ ഒക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിനെ അസസ് ചെയ്യുന്നത്. അപ്പൊ അതിന് UGC ഒരു ക്ലിയർ കട്ട് ആയിട്ട് ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇന്ന ക്രൈറ്റീരിയ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അതിനെ അസസ് ചെയ്യുന്നത്. അങ്ങനെ അസസ് ചെയ്ത കോളേജുകൾക്ക് യൂണിവേഴ്സിറ്റികൾക്ക് അവര് ഒരു ക്രെഡിറ്റ് കൊടുക്കും. ഇപ്പൊ A+ ആയിരിക്കാം, A++ ആയിരിക്കാം. ഇനി ഈ അക്രഡിറ്റേഷൻ അനുസരിച്ചിട്ടാണ് UGC അവർക്ക് ഫണ്ട് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഒരുപാട് ക്രെഡിറ്റ് കുറവുള്ള കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾക്ക് അത്ര കുറച്ച് ഫണ്ടേ കിട്ടുള്ളൂ അല്ലെ. അപ്പോ ക്വാളിറ്റി കൂടുതലുള്ള കോളേജുകൾക്ക് കൂടുതൽ ഫണ്ട് കിട്ടും. അപ്പൊ അത് നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ അത് എത്ര കൊടുക്കണം എന്ന് UGC തീരുമാനിക്കുന്നത് ഈ നാക്കിന്റെ വിസിറ്റിൽ അവർ കൊടുക്കുന്ന ക്രെഡിറ്റ്സ് വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ അതുപോലെ UGC കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ അസസ്മെന്റ് നടത്തുന്നത് ആരാണ്? നാക് ആണ് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ നാക് വിസിറ്റ് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. ഇനി എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ടെക്നിക്കൽ കോളേജുകളിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നാക് അല്ല ബോഡി വരുന്നത്, NBA ആണ്, നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ എന്നാണ് അല്ലെ. പിന്നെ ആർട്സ് നമ്മുടെ ടീച്ചർ ട്രെയിനിങ് കോളേജുകൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ബോഡി ഉള്ളതായിട്ട് അറിയില്ല, ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് പറയാം. പിന്നെ അഗ്രികൾച്ചറൽ കോളേജുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് അക്രഡിറ്റേഷൻ ബോർഡ് എന്ന് പറയുന്നത് AB ആണ്. ഇത് മൂന്നുമാണ് ഞാൻ റെഫർ ചെയ്തപ്പോൾ കണ്ടിട്ടുള്ളത്. ഇനി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രത്യേകം അക്രഡിറ്റേഷന് വേറെ ബോഡി ഉണ്ടോ എന്നുള്ളത് ഞാനത് ചെക്ക് ചെയ്തിട്ട് പറയാം. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കണ്ടില്ല, ഓക്കെ, എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഓക്കെ, അപ്പൊ ഇവിടെ വാഷിംഗ്ടൺ അക്കോർഡ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ അഗ്രിമെന്റ് ആണ് ഫോർ എഞ്ചിനീയറിംഗ് അക്രഡിറ്റേഷൻ ബോഡി. അപ്പൊ അതിന്റെ ഇന്ത്യൻ റെപ്രസെന്റേഷൻ എന്തായിരിക്കും? NBA അല്ലെ. അതായത് എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് ഇന്ത്യയിൽ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് ആരാണ്? NBA ആണ്, നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ. അപ്പോ വാഷിംഗ്ടൺ അക്കോർഡ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ അഗ്രിമെന്റിന് സമാനമായിട്ടുള്ള ഇന്ത്യയിലെ ബോഡി എന്തായിരിക്കും? NBA. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ആ ഒരു 3 ബോഡികൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. അതിൽ ഇനി ഡൗട്ട് ഉണ്ടാവരുത്. നാക് തന്നെയാണ് കോളേജ്. അതാണ് ഞാനത് സെപ്പറേറ്റ് കണ്ടില്ല, അതാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. യെസ്, ഓക്കെ. സോ NBA ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരാം. ഓക്കെ, വാഷിംഗ്ടൺ അക്കോർഡ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ഒറിജിനലി സൈൻഡ് ഇൻ 1989, വാഷിംഗ്ടൺ അക്കോർഡ് is a multilateral agreement between bodies responsible for accreditation or recognition of tertiary level engineering qualification. Tertiary level എന്ന് പറയുമ്പോൾ നമ്മൾ എഡ്യൂക്കേഷനിൽ നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ഒക്കെ വരും അല്ലെ. അപ്പൊ ടെർഷറി ലെവൽ എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ്? പൊതുവിൽ നമ്മളിപ്പോ കോളേജ് വിദ്യാഭ്യാസം ഒക്കെ ടെർഷറി ലെവലിലാണ് വരിക. അപ്പൊ ടെർഷറി ലെവൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷനൊക്കെ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ റെക്കഗ്നിഷൻ കൊടുക്കുന്ന ബോഡിയാണ് എന്ത്? വാഷിംഗ്ടൺ അക്കോർഡ് എന്ന് പറയുന്നത്. അതൊരു ഇന്റർനാഷണൽ അഗ്രിമെന്റ് ആണ്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 23. Which scheme of government of India was launched for the development of secondary education in public school? പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളത് എന്താണ് ഇതിനകത്ത്? SSA, സർവശിക്ഷ അഭിയാൻ. അപ്പൊ സെക്കൻഡറിക്ക് ഉള്ളത് എന്തായിരിക്കും? യെസ്,
RMSA, ആ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയൻ. അപ്പൊ റൂസ് എന്തിനുള്ളതാണ്? കോളേജുകളുടെ കോളേജ് ലെവൽ. ഓക്കെ. അപ്പൊ SSA എന്ന് പറയുന്നത് പ്രൈമറി ലെവൽ, RMSA എന്ന് പറയുന്നത് സെക്കൻഡറി ലെവൽ. ഇപ്പൊ PM ശ്രീ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോ RMSA എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ +2 വരെയുള്ള ഒരു കാലഘട്ടത്തിന് നമുക്ക് അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റും. പിന്നെ കോളേജ് ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും റൂസയാണ് വരുന്നത്. ഇപ്പോഴും SSAയും RMSAയും ഒന്നിച്ചാക്കിയിട്ട് SSK ആയിട്ടല്ലേ? പ്രൈമറീനെ ക്ലബ് ചെയ്തിട്ടുണ്ടോ? ഈ രണ്ടും കൂടെ ഒന്നാക്കിയിട്ട് SSK വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നുകൂടെ നോക്കിയിട്ട്. PM ശ്രീ വന്നപ്പോഴുള്ള ചേഞ്ച് ആണോ പറയുന്നേ? അല്ലല്ല, അതിനു മുന്നേ. അത് ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് പറയാട്ടോ. BEd കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? പ്രൈമറി തലം മുതൽ സെക്കൻഡറി തലം വരെ ഒന്നിച്ചാക്കിയിട്ട് SSK. ഓക്കെ ഓക്കെ ഓക്കെ. BEd കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ. ഓക്കെ. ഇത് നമ്മൾ ഒരു തവണ പറഞ്ഞാണെന്ന് തോന്നുന്നുണ്ടല്ലേ ഈ ക്വസ്റ്റ്യൻ. നാഷണൽ എഡ്യൂക്കേഷൻ ഡേ സെലിബ്രേറ്റഡ് ഓൺ November 11 അല്ലെ? മൗലാന അബുൽ കലാം ആസാദിന്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? അത് ആരുടെ ബർത്ത്ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നല്ലേ? അപ്പോഴാണ് നമ്മൾ നവംബറിലാണെന്ന് ആരോ നോക്കിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, നമ്മൾ ഡേറ്റ് കണ്ടോ? അപ്പൊ ഒരു തവണ ചോദിച്ചത് ആരുടെ ബർത്ത്ഡേ ആണ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. പിന്നെ ചോദിച്ചത് എന്നാണ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കിയേ, നാഷണൽ എഡ്യൂക്കേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആരുടെ ബർത്ത് ആനിവേഴ്സറിയുടെ അന്നാണെന്നുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് എന്നാണെന്നുള്ളത് കൂടെ കൂട്ടത്തിൽ പഠിക്കണമായിരുന്നു. കണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ അതിന്റെ അതായത് നിങ്ങൾ വൈഡ് ആയിട്ട് പോണ്ട, ഒരു ക്വസ്റ്റ്യന്റെ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതായത് ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിയുമ്പോൾ അതിന്റെ ഇൻഡെപ്ത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആവും. അങ്ങനെ ചെയ്യണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് അതിന്റെ പെരിഫറൽ ഇൻഫർമേഷൻ ഉണ്ടല്ലോ, അതിന് ചുറ്റിപ്പറ്റി കിടക്കുന്ന കുറച്ച് ഇൻഫർമേഷൻ, ഏറ്റവും ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഇൻഫർമേഷൻ എല്ലാം ഒന്ന് കളക്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് ചിലര് ഭയങ്കര പെർഫെക്ഷൻ നോക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യരുത്. കാരണം എനിക്ക് അങ്ങനെ പറ്റിയിട്ടില്ല. ഞാൻ ക്ലാസ്സിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ടോപ്പിക് എടുത്തു കഴിയുമ്പോൾ അതിങ്ങനെ കുറേ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാൻ പോകും. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ മാത്രമായിട്ട് നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് മറ്റു ടോപ്പിക്കുകൾ പഠിക്കാനും റിവൈസ് ചെയ്യാനൊന്നും സമയം കിട്ടാതെ വരും. അപ്പൊ റിവിഷൻ ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പേപ്പർ 2ന്റെ കേസിലൊക്കെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം സബ്ജക്ട് പേപ്പറിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ അത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും പുതിയത് പഠിക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ് പഠിച്ചത് റിവൈസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ എത്ര കാര്യങ്ങൾ പഠിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, പഠിക്കുന്ന കാര്യം റിവൈസ് ചെയ്യാൻ. ഓക്കെ. അപ്പൊ പേപ്പർ 2ലാണ് ഞാൻ പ്രത്യേകം പറയുക. കാരണം പേപ്പർ 1ൽ അത്രയും റിവിഷൻ അത്രയും ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് ഞാൻ പറയാൻ കാരണം, നിങ്ങൾ പേപ്പർ 1ലെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് റിവിഷൻ ആയിട്ട് മാറുവാണ്. പക്ഷെ പേപ്പർ 2ന്റെ കേസിൽ അങ്ങനെയല്ല. പേപ്പർ 2 എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് കൊണ്ട് മാത്രം അതൊരു റിവിഷൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് പല ഏരിയയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും. പക്ഷെ പേപ്പർ 1ന്റെ കേസിൽ അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾ മാത്സ് എടുക്കുവാണെങ്കിൽ മാത്സിൽ ഒരു ഏരിയയിൽ നിന്നായിരിക്കും ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ എല്ലാ ഏരിയകളും കവർ ചെയ്ത് ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കവർ ചെയ്ത് പോകും ഒരുവിധം അല്ലെ? പേപ്പർ 1ന്റെ കേസിൽ. പേപ്പർ 2ന്റെ കേസിൽ നിങ്ങൾ റിവിഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. ഒരിക്കലും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് പേപ്പർ 2ന്റെ ഒരു റിവിഷൻ ആയിട്ട് കണക്കാക്കരുത്. ഓക്കെ. പേപ്പർ 2 സെപ്പറേറ്റ് തന്നെ നിങ്ങൾ ടോപ്പിക് വൈസ് എടുത്തിട്ട് റിവൈസ് ചെയ്യണം. ഇനി അതിന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പാരലലി നിങ്ങൾ റിവൈസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും അതിന്റെ 4 ഓപ്ഷൻസും നിങ്ങൾ പോയിന്റ് എഴുതുമല്ലോ, അതും എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. പേപ്പർ 2ന്റെ കേസിലാണ് പറയുന്നത്. പേപ്പർ 2ന്റെ കേസിൽ പ്രത്യേകിച്ച്, കാരണം അത് ചിലപ്പോ അടുത്ത തവണ ചോദിക്കണം എന്നില്ല. അതായത് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവണം എന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. പക്ഷെ പേപ്പർ 1ന്റെ കേസിലാണെങ്കിലോ ഒരേ തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെ കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടതുകൊണ്ട് അത് കുറെ തവണ കണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊരു റിവിഷൻ ആയിട്ട് വരും. പക്ഷെ പേപ്പർ 2ന്റെ കേസിൽ അങ്ങനെയല്ല. പേപ്പർ 2ന്റെ കേസിൽ നിങ്ങൾ സെപ്പറേറ്റ് തന്നെ റിവൈസ് ചെയ്യണം. പേപ്പർ 1ന്റെ കേസിലും നിങ്ങൾ ടോപ്പിക്കുകൾ ഒന്ന് ജസ്റ്റ് ഓടിച്ച് റിവൈസ് ചെയ്യണം. എന്നാലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിവിഷൻ ഒരുപാട് കിട്ടുന്നുണ്ട്. കാരണം പേപ്പർ 2നേക്കാൾ കൂടുതൽ ചോദ്യപേപ്പറുകൾ പേപ്പർ 1ന് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത്രയും ചോദ്യപേപ്പറുകൾ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയും
നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പേപ്പർ 2ന്റെ കേസിൽ നിങ്ങൾക്ക് അത്രയും തന്നെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആ റിവിഷന്റെ പോസിബിലിറ്റിയും വളരെ ലിമിറ്റ് ആയിട്ടാണ് കിട്ടുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പേപ്പർ 2ന്റെ കേസിൽ സെപ്പറേറ്റ് തന്നെ റിവൈസ് ചെയ്യാം. ഓക്കെ. പിന്നെ എപ്പോഴും റിവൈസ് ചെയ്യുമ്പോൾ പേപ്പർ 2ന്റെ കേസിലാണെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, നിങ്ങളിപ്പോൾ ഒരു ചോദ്യ പേപ്പർ എടുത്തിട്ട് ആ ഓരോ ഏരിയയിൽ നിന്നും എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കീവേഡുകൾ എഴുതി പോവാം. അപ്പൊ ആ കീവേഡ് വരുന്ന ഏരിയ, അത് പേപ്പർ 2ന്റെ കേസിലാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. പേപ്പർ 2 എടുക്കുക, ഒന്നാമത്തെ ചോദ്യത്തിൽ എന്താണ് ചോദിച്ചത് ആ ഏരിയ അവിടെ എഴുതി വെക്കുക. അപ്പോൾ ആ ഏരിയ ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെ ഒരുപാട് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുന്ന സമയത്ത് ഏതൊക്കെ ഏരിയയാണ് UGC കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അപ്പൊ ആ ഏരിയ ഉറപ്പായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ പ്രയോറിറ്റി കൊടുത്ത് റിവൈസ് ചെയ്യുക. അതായത് എപ്പോഴും റിവിഷനിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ റിവിഷൻ എന്ന് പറയുന്നത് തന്നെ വലിയൊരു പ്രോസസ്സാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഏതാണ് പ്രയോറിറ്റി കൊടുത്ത് റിവൈസ് ചെയ്യേണ്ടതെന്ന് നോക്കുക. അതായത് അതിനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് കീവേഡുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ആ കീവേഡ് വരുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം റിവൈസ് ചെയ്യണം. അതെല്ലാം റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യാം. ഓക്കെ. ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ടേമുകൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പേപ്പർ 2ന്റെ കേസിൽ, പേപ്പർ 1ന്റെ കേസിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പേപ്പർ 2ന്റെ കേസിലും 1ന്റെ കേസിലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ടോപ്പിക്കുകൾ ആദ്യം റിവൈസ് ചെയ്ത് പോവാം. അത് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റു ഏരിയകളും കൂടെ റിവൈസ് ചെയ്യുക. അപ്പൊ അങ്ങനെ റിവിഷനും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്യണം. ആദ്യം ഏത് റിവൈസ് ചെയ്യണം എന്നുള്ളത്. കാരണം നമുക്ക് ലിമിറ്റഡ് ടൈമിനുള്ളിൽ ചെയ്യുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം നമ്മൾ എല്ലാവരും ഇത് പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് മറ്റൊരാളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാകുന്നത്, അതാണ് നമുക്ക് മാർക്ക് നേടിത്തരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് കാണാതെ പഠിക്കുക അല്ലെങ്കിൽ കുറേ പഠിക്കുക എന്നുള്ളതല്ല. നമ്മൾ എന്താണോ അവർ ചോദിക്കാൻ സാധ്യതയുള്ളത് അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമുക്കവിടെ മാർക്ക് നേടിത്തരുന്നതും നമ്മളെ റിസൾട്ടിലേക്ക് എത്തിക്കുന്നതും. ഓക്കെ. 25th ക്വസ്റ്റ്യൻ നോക്കാം. In which year the modern Indian University got established? 1857 മോഡേൺ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതാണ് ബോംബെ, കൽക്കട്ട, മദ്രാസ് 3 സ്ഥലങ്ങളിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ വരുന്നത്. അതിന് മുന്നേ ഉള്ള യൂണിവേഴ്സിറ്റികളെ നമ്മൾ എന്ത് പേരിലാണ് വിളിച്ചിരുന്നത്? നമ്മൾ കുറച്ച് യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റികൾ എന്നുള്ള പേരിലാണ് നമ്മൾ വിളിച്ചിരുന്നത്, അല്ലേ? ഓക്കെ. The report of which of the following education commissions carried the subtitle Education for National Development? അപ്പോ ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. അതായത് ഓരോരോ എഡ്യൂക്കേഷൻ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ സബ് ടൈറ്റിലുകൾ ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഏതിന്റെ ആയിരുന്നു? യശ്പാൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ പേര് ഇമോഷണൽ ഇന്റഗ്രേഷൻ, കമ്മീഷൻ ഓൺ ഇമോഷണൽ ഇന്റഗ്രേഷൻ എന്നുള്ളതായിരുന്നു. അപ്പോ ഓരോ കമ്മീഷന്റെയും റിപ്പോർട്ടുകളുടെ ടൈറ്റില് അല്ലെങ്കിൽ സബ് ടൈറ്റിൽ ചോദിക്കുന്നുണ്ട്. അതായത് ഓരോ കമ്മീഷനും അവര് കമ്മീഷൻ എന്തിനാണ് ശരിക്കും കമ്മീഷനെ ഏർപ്പാടാക്കുന്നത്? ഒരു കാര്യത്തിനെ പറ്റി പഠനം നടത്താനാണ്, അല്ലെ? പഠനം നടത്തി കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന് ചിലപ്പം ആ ചെയർമാന്റെ പേരിലായിരിക്കും അത് അറിയപ്പെടുന്നത്, ആ കമ്മീഷൻ അറിയപ്പെടുന്നത്, അല്ലെ? പൊതുവെ നമ്മൾ ചെയർമാന്റെ പേരിലാണ് ആ കമ്മീഷൻ അറിയപ്പെടുക. അത് ഏത് തരം കമ്മീഷൻ ആണെങ്കിലും അതിന്റെ ചെയർമാൻ ആരാണോ അയാളുടെ പേരിലാണ് ആ കമ്മീഷൻ അറിയപ്പെടുക. ഇനി ചിലപ്പോൾ അതിന് ആ റിപ്പോർട്ടിന് ഒരു പ്രത്യേക ടൈറ്റിൽ ഉണ്ടാവും, അല്ലെങ്കിൽ സബ് ടൈറ്റിൽ ഉണ്ടാവും. അപ്പൊ അത് ചോദിക്കാറുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ യശ്പാൽ കമ്മിറ്റിയുടെ സബ് ടൈറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, റിപ്പോർട്ടിന്റെ സബ് ടൈറ്റിൽ. ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏത് കമ്മീഷന്റെ സബ് ടൈറ്റിലാണ് എഡ്യൂക്കേഷൻ ഫോർ നാഷണൽ ഡെവലപ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള എഡ്യൂക്കേഷൻ കമ്മീഷൻസിന്റെ എല്ലാ റിപ്പോർട്ടുകളുടെ സബ് ടൈറ്റിൽ പഠിച്ചു വെക്കണം എന്നുള്ളൊരു കാര്യം ഐഡിയ കിട്ടിയില്ലേ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന് അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഏതിന്റെയാണ്? കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ സബ് ടൈറ്റിലാണ് എഡ്യൂക്കേഷൻ ഫോർ നാഷണൽ ഡെവലപ്മെന്റ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ കോത്താരി കമ്മീഷന്റെ ചെയർമാന്റെ പേരെന്താണ്? ഡോക്ടർ DS കോത്താരി. DS കോത്താരി. അങ്ങനെയാണെങ്കിൽ മുതലിയാർ കമ്മീഷന്റെ ആരാണ്? AL മുതലിയാറാണ്, അല്ലെ? AL മുതലിയാറാണ്. രാധാകൃഷ്ണ കമ്മീഷന്റെ ഡോക്ടർ S രാധാകൃഷ്ണനാണ്. എസിന്റെ ഫുൾ ഫോം എന്താണ്?
സർവേപ്പള്ളി. സർവപ്പള്ളി രാധാകൃഷ്ണനാണ്. ഓക്കെ. കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ ചെയർമാൻ നമ്മൾ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സർവേപ്പള്ളി രാധാകൃഷ്ണൻ. സർവപള്ളി രാധാകൃഷ്ണൻ ആണ് രാധാകൃഷ്ണ കമ്മീഷന്റെ ചെയർമാൻ. ഓക്കെ. കൽക്കട്ട യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, സാഡ്ലർ കമ്മീഷൻ ഓർക്കുന്നില്ലേ? കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ആ കമ്മീഷനെ നിയോഗിച്ചിട്ടുള്ളത്? കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നങ്ങളെ പറ്റി പഠിക്കാനാണ് അല്ലേ? കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നങ്ങളെ പറ്റി സ്പെസിഫിക് ആയിട്ട് പഠിക്കാനാണ് സാഡ്ലർ കമ്മീഷൻ അഥവാ കൽക്കട്ട യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേരുണ്ട് അതിന്. മെയിൻ ആയിട്ട് സാഡ്ലർ കമ്മീഷൻ എന്ന് വിളിക്കാറുണ്ട്, കൽക്കട്ട യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് വിളിക്കാറുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം അതിന്റെ ചെയർമാൻ ആരായിരുന്നു? ചെയർമാന്റെ പേരെന്തായിരുന്നു? മൈക്കിൾ ഇ സാഡ്ലർ ആണ്. മൈക്കിൾ MICHAEL. മൈക്കിൾ ഈ ഇനീഷ്യലാണ്. മൈക്കിൾ ഇ സാഡ്ലർ, SADLER. മൈക്കിൾ ഇ സാഡ്ലർ. കമ്മീഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഏതാണ് മൊത്തം എത്ര കമ്മീഷൻ ഉണ്ട് ഇതുവരെ എന്നുള്ളത്? അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് കമ്മീഷൻസ് ഉണ്ട്. അതിനകത്തൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ യശ്പാൽ കമ്മീഷൻ, ഇതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ കുറവാണ്. ഒരുപാട് കമ്മീഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ തന്നെ അതിനകത്ത് നമ്മുടെ PPT-യിൽ ഞാൻ ഒത്തിരി ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അത് ഒരുപാട് അത് സ്വാതന്ത്ര്യത്തിന് മുന്നേയും ശേഷവും ഒക്കെ ആയിട്ട് ഒരുപാട് കമ്മീഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പോഴും കമ്മീഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനില്ല. അതായത് ഇത്ര ഒരു കറക്റ്റ് നമ്പർ ഒന്നും നമ്മൾ പഠിക്കേണ്ടതില്ല. ഒരുപാട് കമ്മീഷൻസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പൊ ചെറിയ ചെറിയ കമ്മീഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ ചിലപ്പോൾ ഏതെങ്കിലും ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യം പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇപ്പൊ കൽക്കട്ട യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ശരിക്കും കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ അതിന് വേറെ കുറച്ച് റെക്കമെൻഡേഷൻസും കൂടി ജനറൽ ആയിട്ട് വന്നതുകൊണ്ടാണ് നമ്മൾ അതിന് പഠിക്കുന്നത്. അപ്പൊ എല്ലാ കമ്മീഷൻസും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ നമ്മൾ ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഫോളോ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സോഴ്സിനെ ലിമിറ്റ് ചെയ്യാൻ നമ്മളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന്. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ വാലിഡ് ആണ്, എത്ര കമ്മീഷൻ പഠിക്കാനുണ്ടെന്നുള്ളത്. അപ്പൊ അത്രയും പഠിച്ചാൽ മതിയല്ലോ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കമ്മീഷൻസ് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു അയ്യോ അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ പഠിക്കേണ്ടത്? കാരണം ഒരു 60-70 കമ്മീഷൻ ഉണ്ടെങ്കിൽ ഇത്രയും കമ്മീഷൻസ് നമുക്ക് പഠിക്കുന്നത് പോസിബിൾ അല്ല. ശരിയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പഠിക്കും? അതിനാണ് നമ്മൾ ചോദ്യപേപ്പർ നോക്കുന്നത്. അപ്പൊ അതിനകത്ത് ഏതൊക്കെയാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഏതിനൊക്കെയാണ് റെലവൻസ് ഉള്ളത്, ആ കമ്മീഷൻസ് മാത്രമാണ് പഠിക്കേണ്ടത്. ബാക്കിയുള്ളത് നമ്മൾ പഠിക്കണ്ട. ഇപ്പോ ഈ യശ്പാൽ കമ്മിറ്റി അതിന്റെ സബ് ടൈറ്റിൽ അല്ലെങ്കിൽ അതിന്റെ ഓരോ ആസ്പെക്ട് മാത്രം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് മാത്രമാണ് അത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ പറയുന്ന കമ്മീഷൻസ് ഒക്കെ പലതവണയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മീഷൻ മാത്രം ആയതുകൊണ്ടാണ് നമ്മൾ അതെല്ലാം പഠിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എല്ലാ കമ്മീഷനും പഠിക്കുന്നില്ല. മനസ്സിലായോ? അത് പോസിബിൾ അല്ല. അതാണ്. കാരണം നമ്മളിപ്പോ എഡ്യൂക്കേഷനിൽ ഒരു PhD ചെയ്യുവാണെങ്കിൽ ഓക്കെ, നമ്മൾ അതിനെ പറ്റിയിട്ട് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ നമ്മുടെ അടുത്തുനിന്ന് UGC എക്സ്പെക്ട് ചെയ്യുന്നതും എന്ത് തന്നെയാണ്? ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഏറ്റവും പ്രോമിനന്റും ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാമോ എന്നുള്ളത് മാത്രമാണ് UGC ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് നമ്മളടുത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ എങ്ങനെയാ പഠിക്കേണ്ടത്, ഏത് സോഴ്സാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ. നമ്മളെടുത്തുനിന്ന് ഇപ്പോ ഈ പറയുന്ന 10 ടോപ്പിക്കുകളിൽ നിന്ന് ചോദിക്കുമ്പോഴും എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അതിന്റെ എക്സ്പേർട്ട് ആണോ എന്നുള്ളതല്ല ചെക്ക് ചെയ്യുന്നത്. ഇനി നിങ്ങൾ പേപ്പർ 2ന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടൊരു കാര്യം മനസ്സിലാവും. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പേപ്പർ 2ന്റെ കേസിൽ ഞാൻ ഇംഗ്ലീഷിന്റെ ആസ്പെക്റ്റിലാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അത് നിങ്ങളുടെ സബ്ജക്റ്റിൽ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അത് ശരിയാണോ എന്നുള്ളത്. കാരണം നിങ്ങളുടെ സബ്ജക്ട് പേപ്പറിൽ അത് ശരിയാണെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എന്റെ സബ്ജക്ട് ഇംഗ്ലീഷാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിനെ മുൻനിർത്തി പറയുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക ഇത് ശരിയാണോ എന്നുള്ളതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഇംഗ്ലീഷിന്റെ കേസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോ ഒരു ഓതർ അല്ലെ, ഇപ്പൊ ഇംഗ്ലീഷിന്റെ കേസിൽ വരുമ്പോൾ ഓതറും ആ ആളുടെ വർക്കും ഒക്കെ റിലേറ്റഡ് ആയിട്ടൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഒരു പെർട്ടിക്കുലർ എഴുത്തുകാരന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കിൽ നിന്നാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ
അതിന്റെ ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? അതായത് ഇപ്പൊ ഒരു എഴുത്തുകാരന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് ആ വർക്ക് അയാളുടെ ഏറ്റവും മാസ്റ്റർ പീസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വർക്ക് ആണെന്ന് വിചാരിച്ചോ. ആ വർക്കിനെ പറ്റിയിട്ട് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് ഇൻഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാറുണ്ട്. ഇനി അതേപോലെ തന്നെയാണ് ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഓതർ ആണെങ്കിൽ അയാളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് ചോദിക്കാൻ സാധ്യതയില്ല. കാരണം അത് എല്ലാവർക്കും അറിയാന്നുള്ളത് അവർക്കറിയാം. അപ്പൊ ചിലപ്പോ ആ ഓതറിന്റെ അത്ര കണ്ട് ഫേമസ് അല്ലാത്ത വർക്ക് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കാം. അപ്പോ അതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ഓതർ, ഒരു ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു ഓതർ, അതായത് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു ഓതറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കേ ചോദിക്കുള്ളൂ. അതായത് ആ ഓതർ തന്നെ അത്ര നമ്മുടെ നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ PG കാലഘട്ടത്തിലൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് പഠിച്ച ഒരു ഓതർ അല്ല എന്ന് വിചാരിച്ചോ. ആ ഓതറിന്റെ ഏതെങ്കിലും കോർണറിലുള്ള ഒരു വർക്കിൽ നിന്ന് ചോദ്യം ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇംഗ്ലീഷിന്റെ കേസിൽ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓതർ ആണെങ്കിൽ അയാളുടെ അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകൾ നമ്മൾ പഠിക്കണം. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓതർ ആണ്, അതുകൊണ്ട് നമ്മൾ ആ ഓതർ തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഓതറിന്റെ അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകളൊക്കെ പഠിച്ചു വെക്കണം. ഇനി ഓതർ അൺഇമ്പോർട്ടന്റ് ആണ്, അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ അയാളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് പഠിച്ചാൽ മതി. അതാണ് എനിക്ക് പേപ്പർ 2 എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി. ഇനി നിങ്ങളത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇത് നമ്മളിങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ഒരു പരിപാടിയല്ല. അതായത് നിങ്ങൾ നെറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ JRF എന്ന് പറയുന്നത്, നെറ്റ് എന്ന് പറയുന്നില്ല, ഞാൻ JRF എന്നേ പറയുള്ളൂ. കാരണം നമ്മൾ എപ്പോഴും എയിം ചെയ്യേണ്ടത് JRF ആയിരിക്കണം. അപ്പോ നമ്മൾ JRF നമ്മൾ എപ്പോഴും ഒരു ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, വേറൊരാള് പറഞ്ഞു തരുന്നത് അതേപോലെ ചെയ്യുന്നതല്ല. അതായത് നമ്മള് കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ അങ്ങനത്തെ ഒരു കാറ്റഗറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഡിസ്കഷൻ ഗ്രൂപ്പ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അത് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡാണ് നമുക്ക് JRF ഒക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടത്. അപ്പൊ എവിടെന്നെങ്കിലും ആരെങ്കിലും ഞാൻ പറയുന്നത് ഒരാൾ പറയുന്നത് അനുസരിക്കാതെ നിങ്ങൾ ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ഒരാൾ പറയാണ് ഞാൻ ഇന്ന സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത് എന്ന് പറയുമ്പോൾ അതേപോലെ ഫോളോ ചെയ്യാതെ നിങ്ങൾ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് പഠിക്കുക. മനസ്സിലായോ? അതായത് ഇപ്പൊ ഞാൻ ചെയ്ത കാര്യം അതാണ്. അതായത് അത്രയും നാളെ എന്തൊക്കെയോ പഠിക്കുന്നുണ്ടായിരുന്നു എന്നല്ലാതെ ഇതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നത് കൃത്യമായിട്ട് മനസ്സിലായപ്പോഴാണ് എനിക്ക് ആ ടൈമിൽ ക്ലിയർ ആയിട്ട് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയത്. അപ്പൊ അത് തന്നെ നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ സബ്ജക്ട് പേപ്പറിൽ വേറൊരാൾ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. അതായത് ഇതാണ് കേട്ടോ സ്ട്രാറ്റജി, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് എന്ന് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അല്ലെ? നിങ്ങളുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒക്കെ ബുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ ബുക്ക് വാങ്ങിക്കാം. ആ ബുക്ക് വാങ്ങിച്ചിട്ട്, ഇത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്, വാങ്ങിച്ചിട്ട് നിങ്ങൾ തന്നെ ഇരുന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഇതേപോലെ അനലൈസ് ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് എഴുതിയിട്ട് അതിനകത്തുനിന്ന് ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകുമ്പോൾ തന്നെ നിങ്ങൾ തന്നെ ഒരു സ്ട്രാറ്റജി എന്ത് ചെയ്യുവാണ്, ഡെവലപ്പ് ചെയ്തെടുക്കുവാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഏരിയ ഒരു ഓതറിനെ. ചിലപ്പോൾ ചില ഓതറിനെയൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷിന്റെ ഒക്കെ കേസിൽ ചില പെർട്ടിക്കുലർ ഓതേഴ്സിനെ എല്ലാ തവണയും ചോദിക്കും. അപ്പൊ അതൊക്കെ പാറ്റേണിന്റെ റെപ്പിറ്റീഷൻ ആണ്. അതായത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യില്ല, പക്ഷെ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾ എപ്പോഴും നെറ്റിന്റെ എക്സാം നോക്ക്. പിന്നെ എല്ലാ സമയത്തും അങ്ങനെ ആവുന്നില്ല. ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഒരു ട്വിസ്റ്റ് ഒക്കെ കൊണ്ടുവരാറുണ്ട് നെറ്റ്. അതായത് ചില സമയത്ത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒന്നും പാറ്റേൺ അല്ലാതെ ഒരു പുതിയ രീതിയൊക്കെ ചിലപ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ വന്നാല് ഉള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവര് ഈ ഒരു ലൂപ്പിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന ഒരു പരിപാടി എപ്പോഴും കാണാം നമുക്ക്. അതായത് ഒരേ പാറ്റേണിൽ ഇപ്പൊ ഒരു 2-3 വർഷമൊക്കെ ഒരേ പാറ്റേണിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഒരു ചോദ്യപേപ്പർ അപ്പൊ അടുത്ത നെറ്റിന് എന്തായിരിക്കും ചോദിക്കാന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 വർഷത്തെ ചോദ്യപേപ്പർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഓതേഴ്സ്, പിന്നെ ചില ഏരിയകള്, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ചില ഓതർ, ചില ഏരിയ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും നെറ്റ് പോയിന്റ് ഓഫ് വ്യൂല്.
അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങളിപ്പോ പല യൂണിവേഴ്സിറ്റിയുടെയും MA സിലബസ് ഡൗൺലോഡ് ചെയ്യുക. അത് എനിക്ക് ഭയങ്കരമായിട്ട് പേപ്പർ 2 ഹെൽപ്പ് ചെയ്ത പോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ സബ്ജക്ട് പേപ്പറിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പല യൂണിവേഴ്സിറ്റികളുടെയും പേപ്പർ 2 പേപ്പർ 2 അല്ല, ഇപ്പൊ നിങ്ങളുടെ അറബിക് അല്ലേ, അപ്പൊ അറബിക്കിന്റെ പല യൂണിവേഴ്സിറ്റിയുടെയും MA സിലബസ് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ സിലബസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില പെർട്ടിക്കുലർ ഏരിയകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ MG യൂണിവേഴ്സിറ്റിയിൽ ഇല്ലാത്ത ചിലപ്പോൾ കാലിക്കറ്റിൽ ഉണ്ടാവും, കാലിക്കറ്റിൽ ഇല്ലാത്ത ചിലപ്പോൾ വേറെ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഓരോ ഏരിയകൾ നിങ്ങൾക്ക് പുതിയതൊക്കെ കണ്ടെത്താൻ പറ്റും പല യൂണിവേഴ്സിറ്റികളുടെയും MA സിലബസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ. അപ്പൊ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന അത്ര യൂണിവേഴ്സിറ്റികളുടെ MA സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഏരിയകൾ ഉറപ്പായിട്ടും ഫോക്കസ് ചെയ്യുക. കാരണം അത് UGC നോക്കുന്നുണ്ട്. കാരണം എല്ലാ യൂണിവേഴ്സിറ്റിയുടെ സിലബസിന്റെ ഒന്ന് കൺസിഡർ ചെയ്യാറുണ്ട് അവര് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഫ്രെയിം ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും MA സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ വർക്കുകൾ അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ അത് നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാം. ഇതൊക്കെ ഞാൻ എന്റെ സബ്ജക്ട് പേപ്പറിൽ അപ്ലൈ ചെയ്ത ചില കാര്യങ്ങളാണ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ അത് നിങ്ങളുടെ സബ്ജക്ട് പേപ്പറിൽ അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം തോന്നിയിട്ടുണ്ടോ, ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നോക്കിയിട്ടില്ല എന്നാണോ അതോ ഫീൽ ചെയ്തിട്ടില്ല എന്നാണോ? ഓക്കെ, അപ്പൊ ഒരാള് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഓരോ സബ്ജക്റ്റിനും വ്യത്യാസം കാണും. അപ്പൊ നിങ്ങളുടെ സബ്ജക്റ്റില് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്? ഇപ്പൊ കൊമേഴ്സിന്റെ കേസിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് കൊമേഴ്സിൽ ചിലപ്പം ചില മൊഡ്യൂളിൽ നിന്ന് ഒന്നും ചോദിക്കാറില്ല. അത് എല്ലാ സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ്. എല്ലാ മൊഡ്യൂളിൽ നിന്ന് എല്ലാ തവണയും ചോദ്യങ്ങൾ വരണമെന്നില്ല. അപ്പോ അതൊക്കെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചിട്ട് ആ ഒരു ട്രെൻഡ് പാറ്റേൺ ഒക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഷൻ ഓഫ് സങ്കൽപ്. അതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്കിൽ അക്വിസിഷൻ ആൻഡ് knowledge awareness for livelihood promotion. Skill acquisition and knowledge awareness for livelihood promotion. അതായത് ഇത് എന്തായിരിക്കും അപ്പൊ ഈ സങ്കല്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സങ്കല്പം ഒരു പ്രോഗ്രാം ആണെന്ന് മനസ്സിലായി. എന്ത് പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്? സ്കിൽ അക്വിസിഷൻ എന്ന് പറയുമ്പോൾ എന്ത് തരം പ്രോഗ്രാം ആണ് ഉദ്ദേശിക്കുന്നത്? സ്കില്ല് നമ്മൾ എന്തിനാ അക്വയർ ചെയ്യുന്നത്? എഡ്യൂക്കേഷനിൽ നമ്മൾ സ്കില്ല് പഠിപ്പിക്കുന്നത് എന്തിനാ? ആ വേർഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സ്കിൽ ബേസ്ഡ് എന്ന് പറയുന്ന സംഭവത്തിന്റെ പ്രസക്തി എന്താണ് എഡ്യൂക്കേഷന്റെ കേസിൽ? വൊക്കേഷണൽ. കറക്റ്റ് ആണ്. വൊക്കേഷണൽ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ജോബ്. വെരി ഗുഡ്. ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ളത് അല്ലേ? അതായത് നമ്മള് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു സ്കില്ല് അല്ലെ? ഇപ്പൊ നിങ്ങളൊരു ജോബിന് പോയി കഴിഞ്ഞാൽ അവരെന്താണ് ചോദിക്കുക? നിങ്ങൾക്ക് എന്ത് സ്കില്ല് ഉണ്ടെന്നാണ് ചോദിക്കുക അല്ലെ? അല്ലാതെ നിങ്ങൾക്ക് PGക്ക് എത്ര മാർക്ക് ഉണ്ട് അത് ചോദിക്കും. അതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങളുടെ സ്കില്ലാണ് അവര് മെഷർ ചെയ്യുന്നത് അല്ലെ? അപ്പൊ പല സ്ഥലങ്ങളിൽ അതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അപ്പൊ പല കോമ്പറ്റേറ്റീവ് എക്സാമിലും നിങ്ങൾ അപ്പൊ അതിനാണ് ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷെ എന്നാലും അവിടെ സ്കില്ല് എന്ന് പറയുന്നതാണ് എപ്പോഴും ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള സംഭവത്തിലേക്ക് പോകുമ്പോൾ എപ്പോഴും നമുക്ക് വേണ്ടത് സ്കില്ലാണ്. പ്രത്യേകിച്ച് സ്കില്ല് വേണ്ട ചില ജോബ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജോബിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ PGയുടെയോ അല്ലെങ്കിൽ ഡിഗ്രിയുടെയോ മാർക്കിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അറിയാമോ എന്നുള്ളതായിരിക്കും അല്ലെ? അവിടെ സ്കിൽ ആണ് നോക്കുന്നത്. അപ്പൊ സ്കിൽ അക്വിസിഷൻ അല്ലെങ്കിൽ സ്കിൽ ബേസ്ഡ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും എന്തായിരിക്കും? ജോബ് ഓറിയന്റഡ് ആയിരിക്കും. അപ്പൊ വൊക്കേഷണൽ കോഴ്സുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നതും എന്ത് തന്നെയാണ്? സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ്. അതുകൊണ്ടാണ് അവിടെ കുറച്ചുകൂടി ജോലി സാധ്യത കൂടുതൽ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ITI ഒക്കെ ഉണ്ടായിരുന്നില്ലേ പണ്ട്? അപ്പൊ ഈ ITI ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോബ് ഓറിയന്റഡ് ആണ്. ഇപ്പൊ എഞ്ചിനീയറിംഗും ITIയും തമ്മിലുള്ള ശരിക്കും വ്യത്യാസം നമുക്ക് ഈ ITIക്കാർക്ക് ലാറ്ററൽ എൻട്രി ഉണ്ടായിരുന്നു പണ്ടല്ല, ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ITI കഴിഞ്ഞവർക്ക് ലാറ്ററൽ എൻട്രി ഉണ്ട്, അതായത് എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക്. അപ്പോൾ ITI കഴിഞ്ഞവർക്ക് ഏത് ഇയർ ആണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, എത്രാമത്തെ ഇയറിലേക്ക് അവർക്ക് എഞ്ചിനീയറിംഗിന് കയറാം. അതായത് ഫസ്റ്റ് ഇയർ പഠിക്കണ്ട, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആണെന്ന് തോന്നുന്നുണ്ട്. സെക്കൻഡ് ഇയറിലേക്കാണോ ലാറ്ററൽ എൻട്രി എന്ന് എനിക്ക് ഉറപ്പില്ല. എന്നാലും ലാറ്ററൽ എൻട്രി ഉണ്ട്. അതായത്
എഞ്ചിനീയറിംഗിലേക്ക് അവർക്ക് എഞ്ചിനീയറിംഗ് ക്ലാസ്സിലേക്ക് അവർക്ക് കയറാം. അപ്പൊ ഇവിടെ ഈ ITIക്കാരും എഞ്ചിനീയറിംഗുകാരും ഉണ്ടാവുമ്പോൾ ജോലിയിലേക്ക് നോക്കുമ്പോൾ കൂടുതലും ITIക്കാർക്ക് ജോലി കിട്ടുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അതിന്റെ കാരണം അവർ കുറച്ചുകൂടി സ്കിൽ ബേസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലേക്കൊക്കെ വരുമ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും സ്കിൽ ബേസ്ഡ് ആയിട്ടല്ല പഠിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ജോലി കിട്ടി കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ അവർക്ക് ആ സമയത്താണ്, അവർക്ക് ട്രെയിനിങ്ങിന്റെ സമയത്താണ് അവർ ഈ കാര്യങ്ങൾ പഠിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ജോലിക്ക് കയറുന്ന സമയത്ത് അവർക്ക് ട്രെയിനിങ് പീരീഡിലാണ് അവർ ആ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പൊ അതിനു മുന്നേ അവർ തിയറിയെ പഠിക്കുന്നുള്ളൂ. സ്കില്ല് അവർക്ക്, ആ പ്രാക്ടിക്കൽ സ്കില്ല് അവർക്കില്ല അല്ലെ. ഇപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്ക് പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ആ പ്രാക്ടിക്കൽ സ്കില്ല് കുറവാണ്, തിയറി അറിയായിരിക്കും. അപ്പോൾ അവരത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഏതെങ്കിലും ഒരു കമ്പനി റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആദ്യം ഒരു ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ കാരണം എന്താണ്? കാരണം അവർക്ക് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള നോളജ് ഇല്ല. പിന്നെ എല്ലാവരും ഇങ്ങനെയുള്ളതായതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവരെ റിക്രൂട്ട് ചെയ്തിട്ട് അവർക്ക് തന്നെ എന്ത് ചെയ്യും? ട്രെയിനിങ് കൊടുക്കും. അപ്പൊ എപ്പോഴും എഡ്യൂക്കേഷനിൽ അവരിപ്പോ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഔട്ട്കം ബേസ്ഡ് ലേണിംഗ്, OBL, ഇതൊക്കെ പുതിയ സംവിധാനങ്ങളാണ്. OBL എന്നൊക്കെ പറയുന്ന ഔട്ട്കം ബേസ്ഡ് ലേണിംഗ്. അതായത് എപ്പോഴും ലേണിംഗ് എന്ന് പറയുന്നത് ഔട്ട്കമ്മിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് നമ്മൾ എന്തൊരു ഇപ്പൊ സിലബസിൽ നമ്മൾ ഒരു പേപ്പറിനെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്കം വെച്ചിട്ടായിരിക്കും അതിനെ ആഡ് ചെയ്യുന്നത്. അതായത് ഈ പേപ്പർ ആഡ് ചെയ്യുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് എന്താണ്, അവർക്ക് എന്ത് ഔട്ട്കം ആണ് കിട്ടുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും സിലബസിൽ പേപ്പറുകൾ ആഡ് ചെയ്യുന്നത്. പേപ്പറിൽ തന്നെ ഓരോ ടോപ്പിക്കുകൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലും ഇപ്പൊ ഫോക്കസ് ചെയ്യുന്ന ഔട്ട്കം ബേസ്ഡ് ലേണിംഗ്, അതുപോലെ തന്നെ സ്കിൽ ബേസ്ഡ് ലേണിംഗ് ഒക്കെ ആണെന്നുള്ള കാര്യം ഓർക്കുക. അത് കുറച്ചും കൂടി നമ്മൾ ജോബ് ഓറിയന്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ സങ്കല്പിന്റെ എക്സ്പാൻഷൻ എന്താണ്? സ്കിൽസ് അക്വിസിഷൻ ആൻഡ് നോളജ് അവയർനെസ് ഫോർ ലിവ്ലിഹുഡ് പ്രൊമോഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു പ്രാക്ടിക്കൽ, അതായത് നമുക്ക് നമ്മുടെ ഒരു ലോജിക്ക് വെച്ചിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഇൻ ദി പാസ്റ്റ് കൺസിസ്റ്റഡ് ഓഫ്, അതായത് മുൻകാലങ്ങളിൽ ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ ലേണിംഗിൽ ഏത് മെത്തേഡ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് എന്നാണ് ചോദ്യം. അസൈൻമെന്റ് ഒക്കെ മുന്നേ ഉള്ളതായിരിക്കുമോ? അസൈൻമെന്റ്, സെമിനാർ ഒക്കെ എപ്പോ വന്നതാണ്? പണ്ട് കാലഘട്ടങ്ങളിൽ സെമിനാർ ഒക്കെ സബ്മിറ്റ് ചെയ്യുമായിരുന്നോ? അതായത് പാസ്റ്റ് എഡ്യൂക്കേഷൻ, ഈ സെമിനാർ, അസൈൻമെന്റ് എന്നൊക്കെ പറയുന്ന സംഭവം വന്നിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പൊ സെമിനാറും അസൈൻമെന്റും വരുന്ന ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ ഏതായിരിക്കും? മെമ്മറൈസേഷൻ, ക്രിട്ടിക്കൽ അനാലിസിസ്, സ്റ്റോറി ടെല്ലിംഗ്. ഈ മെത്തേഡിലൂടെയാണ് പണ്ട് ഹയർ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഈ പറയുന്ന സിസ്റ്റങ്ങളൊക്കെയാണ് ഫോളോ ചെയ്തിരുന്നത്. അതായത് മെമ്മറൈസേഷൻ ടെക്നീക്ക് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ നമ്മള് ചൊല്ലിപ്പഠിക്കുക എന്ന് പറയില്ലേ, ഇപ്പൊ ഡ്രില്ല്, അതൊക്കെ പണ്ടുണ്ടായിരുന്ന സിസ്റ്റം തന്നെയാണ്. അതായത് വളരെ മുന്നേ തന്നെ ഈ ഡ്രില്ല് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു, കാണാതെ പഠിപ്പിക്കുന്നത്, പിന്നെ അങ്ങനെയുള്ളത് ചൊല്ലി പഠിപ്പിക്കുക എന്ന് പറയില്ല. ഇപ്പൊ വേദങ്ങളൊക്കെ ഇങ്ങനെ ഏറ്റു ചൊല്ലിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മെമ്മറൈസേഷൻ എന്ന് പറയുന്നത് വളരെ മുന്നേ തന്നെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു സിസ്റ്റം ഓഫ് ലേണിംഗ് ആണ്. ക്രിട്ടിക്കൽ അനാലിസിസ് അതും ഉണ്ടായിരുന്നു. കാരണം ഈ വേദങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാം നമ്മൾ ഈ വേദിക് പീരീഡ് മുതൽ തന്നെ ഉള്ള എഡ്യൂക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. അപ്പൊ വേദങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇന്റർപ്രറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോ ഭഗവത്ഗീത എടുത്തു നോക്കുകയാണെങ്കിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞ ഒരു വാക്യം അല്ലെങ്കിൽ ഒരു ശ്ലോകം എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുവാണ്. കാരണം എന്താണ്? ഇപ്പൊ ഭഗവത്ഗീത എന്ന് പറയുന്നത് ശരിക്ക് എന്താണ്, കൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് അല്ലെ. അപ്പൊ ആ ഉപദേശത്തിൽ ഒരു സെന്റൻസാ പറഞ്ഞെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ വ്യാഖ്യാനം എന്ന് പറയുന്നത് ശരിക്കും എന്ത് തന്നെയാണ്? ക്രിട്ടിക്കൽ അനാലിസിസ് ആണ്. ഒരു കാര്യത്തിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്ന സിസ്റ്റം പണ്ടേ ഉണ്ടായിരുന്നു. കാരണം വേദങ്ങൾ മുതൽ തന്നെ ഓരോ വേദത്തിലെയും ശ്ലോകങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. പിന്നെ പണ്ട് ശ്ലോകങ്ങൾ എഴുതിക്കൊണ്ടിരുന്നതും ഇതുപോലത്തെ സൂത്രവാക്യങ്ങളാണ്. നിങ്ങൾ പണ്ടത്തെ ബുക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാല് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ, പ്രത്യേകിച്ച് ഈ ആയുർവേദ ഗ്രന്ഥങ്ങളൊക്കെ എഴുതുന്ന ആളുകൾ, അതിനകത്ത് വേറൊരു ടെക്നിക്കും കൂടി ഉണ്ട്. അതായത് ഇത് സാധാരണക്കാരന് വായിച്ച് മനസ്സിലാക്കി അത് ഉപയോഗിക്കാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. പണ്ട് ഈ സൂത്രവാക്യങ്ങളായിരിക്കും കൂടുതലും. അതായത് അത് സോൾവ് ചെയ്യാൻ, അത് ബുദ്ധിയുള്ള ആൾക്ക് അത് മനസ്സിലാവുള്ളൂ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. അതായത് ഇപ്പോ ചില ശ്ലോകങ്ങളൊക്കെ നമ്മൾ അങ്ങനെ തന്നെയുണ്ട്. അതായത്
ഒരു സാധനത്തിനെ പ്ലെയിൻ ആയിട്ട് പറയുന്നതിന് പകരം ഇപ്പൊ പാമ്പിനെ പറ്റി പറയുമ്പോൾ ഒരു ശ്ലോകത്തിൽ പറയുന്നത് ചെവിയിൽ എന്താണ് കണ്ണിൽ ചെവിയുള്ളതെന്നോ അങ്ങനെ എന്തോ ഒരു വാക്യമുണ്ട്. അതായത് അവിടെ പാമ്പിനെയാണ് ഉദ്ദേശിച്ചത്. പാമ്പ് എന്ന് നേരിട്ട് പറയുന്നതിന് പകരം എഴഞ്ഞു പോകുന്ന ജീവി എന്താണ് കണ്ണ് ചെവിയായവൻ അങ്ങനെ എന്തോ ആണ്. കറക്റ്റ് ഞാൻ ആ ശ്ലോകം ഓർക്കുന്നില്ല. അപ്പൊ അത് നേരിട്ട് പറയില്ല. അപ്പൊ അതിനെ ക്രിട്ടിക്കലി ഇന്റർപ്രറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ക്രിട്ടിക്കൽ ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് വളരെ മുന്നേ മുതൽ തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം ഓഫ് ലേണിംഗ് ആണ്. പിന്നെ സ്റ്റോറി ടെല്ലിംഗ്, കഥ പറച്ചിലിന്റെ രൂപത്തിൽ, അതായത് ഇപ്പൊ നമ്മള് പഞ്ചതന്ത്രം കഥകള്, ഈസോപ്പ് കഥകള്, ഇതൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ് അല്ലെ. നമ്മൾ പണ്ട് മുതലേ കുട്ടികളെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിപ്പിക്കുന്നത് ഈ പറയുന്ന പഞ്ചതന്ത്രം കഥകൾ, ഈസോപ്പ് കഥകൾ, പ്രത്യേകിച്ച് മൃഗങ്ങൾ കഥാപാത്രങ്ങളായിട്ടില്ല. കാരണം കുട്ടികൾക്ക് അതാണ് കുറച്ചുകൂടി എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം മൃഗങ്ങൾ കഥാപാത്രങ്ങളായിട്ടുള്ള കഥകള്, അത് കഥ രൂപത്തിലായിരിക്കും ഓരോ കാര്യങ്ങള് പറയുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ പഞ്ചതന്ത്രം കഥകൾ എഴുതിയത് തന്നെ എന്താണ്, രാജാവിന്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതിയ കഥകളാണ്. ഏത് രാജാവിന്റെ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏത് രാജാവിന്റെ ആണെന്ന് കറക്റ്റ് ഓർക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഒരു രാജാവിന്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ് ഈ പഞ്ചതന്ത്രം കഥകൾ. വിഷ്ണു ശർമ്മനാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പൊ ആ രാജാവിന്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ കഥകൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഓരോ കഥയിലും ഓരോ ഗുണപാഠം ഉണ്ടാവും. അപ്പൊ ആ ഗുണപാഠം അവർ ഈ കഥ രൂപത്തിലാണ് അവർ പഠിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന സിസ്റ്റം ഒക്കെ എന്താണ്, മുന്നേ ഉണ്ടായിരുന്നതാണ്. മെമ്മറൈസേഷൻ ആണെങ്കിലും ക്രിട്ടിക്കൽ അനാലിസിസ് ആണെങ്കിലും സ്റ്റോറി ടെല്ലിംഗ് ആണെങ്കിലും. ഓക്കെ, പിന്നെ നമ്മൾ ഈ സെമിനാറും അസൈൻമെന്റ് കട്ട് ചെയ്താൽ തന്നെ നമുക്കത് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ചോദ്യം കൂടി ആയിരുന്നു അത്. നമ്മൾ അവിടെ അപ്പൊ അങ്ങനത്തെ ലോജിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെയിം ദ സ്കീം വിച്ച് എയിംസ് ടു ക്രിയേറ്റ് റിസർച്ച് ആംബിയൻസ് ഇൻ ദി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ബൈ പ്രൊമോട്ടിംഗ് റിസർച്ച് ഇൻ എഞ്ചിനീയറിംഗ് സയൻസസ്. ഏത് സ്കീമാണ് റിസർച്ച് ആംബിയൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരു റിസർച്ചിന്റെ ആ ഒരു ആംബിയൻസ് പ്രൊമോട്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് സയൻസുകളിലെ റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ എന്തായിരിക്കും? റിസർച്ച് പ്രൊമോഷൻ സ്കീംസ്, RPS, റിസർച്ച് പ്രൊമോഷൻ സ്കീംസ് ആണ് എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? റിസർച്ച് ആംബിയൻസിന്റെ, ഒരു സ്ഥാപനത്തിലെ റിസർച്ചിന്റെ ആംബിയൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് സയൻസുകളുടെ റിസർച്ചിന്റെ ആ ഒരു ആംബിയൻസ് പ്രൊമോട്ട് ചെയ്യുന്നത് ഈ പറയുന്ന റിസർച്ച് പ്രൊമോഷൻ സ്കീമാണ്. ഈ ഷോർട്ട് സിന്തോ ഒക്കെ എന്താണ്? മാഗസിൻസ് ആണ്, ജേർണൽസ് ആണ് റിസർച്ചുമായി ബന്ധപ്പെട്ട. ഓണ്ടർപ്രോണർഷിപ്പ് എന്താണെങ്കിലും അല്ല. ഓണ്ടർപ്രോണർ എന്ന് വെച്ചാൽ എന്താണ്? സംരംഭകനാണ് അല്ലേ. അപ്പൊ അത് ഇതുമായിട്ട് ഒരിക്കലും വരാൻ സാധ്യതയില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റ് സ്കീം എന്തായിരിക്കും? ആ ഇൻസ്റ്റിറ്റ്യൂഷനെ ഡെവലപ്പ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? റിസർച്ച് പ്രൊമോഷൻ സ്കീം. അങ്ങനെ നിങ്ങൾക്ക് അതിന്റെ ആൻസറിലേക്ക് എത്താമായിരുന്നു. ഈ ഷോധ് സിന്ധു എന്ന് പറയുന്ന ജേർണൽ ആണ്. നമ്മൾ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേപ്പറുകളൊക്കെ പ്രസന്റ് ചെയ്യുന്ന ജേർണലുകളാണ് ഷോധ് സിന്ധു, ഷോധ് ഗംഗോത്രി, അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സോഴ്സുകളാണ്. അതായത് ഈ ഷോധ് സിന്ധു ഒക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മുന്നേ ആളുകൾ ചെയ്തിട്ടുള്ള റിസർച്ചിന്റെ റിപ്പോർട്ടുകളൊക്കെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു അത്. ഓക്കെ, ഇൻസ്പയർഡ് സ്കോളർഷിപ്പ് ഈസ് ഇന്റൻഡഡ് ബൈ ദി ഫണ്ടിങ്. ഇൻസ്പയർ ആണ് അന്ന് നമ്മൾ കണ്ടില്ലേ, INSPIRE, ആ ഇൻസ്പയർ ആണ്. ഇൻസ്പയർ സ്കോളർഷിപ്പ് ഈസ് ഇന്റൻഡഡ് ബൈ ദി ഫണ്ടിങ് ഏജൻസി. അതിന് ആ ഇൻസ്പയർ സ്കോളർഷിപ്പിന് ഫണ്ട് കൊടുക്കുന്ന ഏജൻസി ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇൻസ്പയർ കണ്ടപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണെന്ന്. അപ്പൊ ആരായിരിക്കും ഫണ്ട് കൊടുക്കുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആയിരിക്കും. അങ്ങനെ കണക്ട് ചെയ്യാം. ഇൻസ്പയർ ആണ് ഇത്, ഇൻസ്പയർഡ് എന്നല്ല. INSPIRE, എല്ലാം ക്യാപിറ്റൽ ആണ്. ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. എല്ലാം ക്യാപിറ്റൽ ആണ്. ഇൻസ്പയർ നമ്മൾ മുന്നേ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നത്. ഒരു സെക്കൻഡ്, മുന്നേ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ശരിയാണ് അതോ നമ്മള് അല്ലെങ്കിൽ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഞാൻ നോക്കട്ടെ. ലീപ്പായിരുന്നു അത്. ഇൻസ്പയർ പറഞ്ഞിട്ടില്ലേ? ഇൻസ്പയർ പറഞ്ഞിട്ടില്ല അല്ലെ? എന്നാ അത് നോട്ടിലാണോ? പക്ഷെ ഇൻസ്പയർ എവിടെയോ പറഞ്ഞൊരു ഓർമ്മ എനിക്ക്. നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഇൻസ്പയർ ഞാൻ പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ടോ? പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതാണ് എനിക്ക് ഇങ്ങനെ പറഞ്ഞ ഒരു ഓർമ്മ, എവിടെയോ പറഞ്ഞൊരു ഓർമ്മ മനസ്സിൽ കിടക്കുന്നുണ്ട്. അത് ഞാൻ ഇങ്ങനെ ഓക്കെ, എനിക്ക് തോന്നുന്ന ക്ലാസ്സിലായിരിക്കും എന്നാ. ക്ലാസ്സിലാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഞാനിങ്ങനെ അത് എപ്പോഴോ പറഞ്ഞൊരു ഓർമ്മ. അപ്പൊ ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. ഓക്കെ,
അതാ ഇൻസ്പയറിന്റെ ഫുൾ ഫോം ആണിത്. ഇന്നോവേഷൻ ഇൻ സയൻസ് പെർസ്യൂട്ട് ഫോർ ഇൻസ്പയർഡ് റിസർച്ച്. ഓക്കെ, അപ്പൊ സയൻസുമായി ബന്ധപ്പെട്ട റിസർച്ചിന് വേണ്ടിയിട്ടാണ് ഇൻസ്പയർ. കണ്ടോ, INSPIRE ഇസ് എൻ ഇന്നോവേറ്റീവ് പ്രോഗ്രാം sponsored and managed by the Department of Science and Technology for attraction of talent to science. സയൻസിലേക്ക് ആളുകളുടെ ടാലന്റിനെ അട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ സയൻസുമായി ബന്ധപ്പെട്ടുള്ള റിസർച്ചുകൾ കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടു കൂടിയിട്ട്, അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് സ്പോൺസർ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് ഇൻസ്പയർ. The basic objective of Inspire is to communicate to the youth of the country the science at an early age. അതായത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സയൻസിനെ പറ്റിയിട്ട് ഒരു അവബോധം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആൻഡ് ദസ് ബിൽഡ് ദി റിക്വയർഡ് ക്രിട്ടിക്കൽ ഹ്യൂമൻ റിസോഴ്സ് പൂൾ ഫോർ സ്ട്രെങ്തനിങ്. അതായത് എന്തിനാണ് ഈ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് സയൻസിലേക്കുള്ള ഒരു കാര്യം കൊടുക്കുന്നത്? നമ്മുടെ രാഷ്ട്രത്തിന്റെ സയന്റിഫിക് ഗ്രോത്തിലേക്ക് എന്ത് ചെയ്യും, അത് ആഡ് ഓൺ ചെയ്യപ്പെടും അല്ലെ. നമ്മൾ നല്ല സയന്റിഫിക് ടെമ്പറമെന്റ് ഉള്ള ഒരുപാട് യുവാക്കൾ അല്ലെങ്കിൽ യുവതികളെ ബിൽഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് തന്നെ അതൊരു മുതൽക്കൂട്ടായിരിക്കും അല്ലെ. അപ്പൊ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ചാനലൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവർ ആ ഒരു ഫീൽഡിലേക്ക് ഇത് ചെയ്യും അല്ലെ. അപ്പൊ നമ്മുടെയൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇപ്പൊ നമ്മൾ വിദേശത്തെയും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെ അതാണ്. അതായത് വിദേശത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് അവർ സ്പെഷ്യലൈസ് ചെയ്യും. പക്ഷെ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10th വരെയും എല്ലാം പഠിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സ്പെഷ്യലൈസേഷൻ വരുന്നത്. അപ്പൊ എന്താ സംഭവം വെച്ചാൽ നമുക്ക് ഇത്ര വർഷമാണ് ഒരു സബ്ജക്റ്റിൽ അത്രയും നമുക്ക് ഡെപ്തിൽ പഠിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ പല വിദേശ രാജ്യങ്ങളിലും അവരെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ ടാലന്റ് എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടിക്ക് ആ സബ്ജക്റ്റിലേക്ക് ആ കുട്ടിയെ കേന്ദ്രീകരിക്കും. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത്രയും കൂടുതൽ എക്സ്പോഷർ നേരത്തെ തന്നെ കിട്ടി തുടങ്ങും. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് അവിടെ കാണും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഒരു ചെറിയ വേർഷനാണ് ഇത്. അതായത് ഇൻസ്പയർ എന്ന് പറയുന്ന ഒരു സ്കീമിലൂടെ ഒരു കുട്ടി ഈ സ്കീം വഴി ഈ സയൻസിനോട് താല്പര്യമുള്ള കുട്ടികളെ മനസ്സിലാക്കുക എന്നുള്ളതും അവർക്ക് അതിന് കൂടുതൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതുമാണ്. അത് പിന്നീട് നമ്മുടെ രാജ്യത്തിന്റെ സയൻസ് ആൻഡ് റിസർച്ച് മേഖലയിലേക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടാലന്റ് പൂള് ചെയ്യാൻ പറ്റും. പൂൾ എന്ന് വെച്ചാൽ എന്താണ്? ടാലന്റ് പൂൾ എന്നുള്ളതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നത്? അതായത് ആ കഴിവുള്ള ആളുകളൊക്കെ നമ്മൾ കൂട്ടി വെക്കുക. അതായത് നമുക്കൊരു ആവശ്യം വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആ ടാലന്റ് ഉള്ള ആളെ നമുക്ക് എടുക്കാൻ പറ്റും. ഒരു കുളത്തിലായിട്ട് നമ്മളെല്ലാം ഇട്ട് വെക്കുന്ന പോലെ. അപ്പൊ നമുക്ക് വേണ്ട സംഭവങ്ങളെല്ലാം നമ്മൾ കുപ്പിക്കകത്ത് ഇട്ട് വെച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിൽ നിന്ന് എടുക്കാമല്ലോ. അതായത് നമ്മളിപ്പോ പല സ്ഥലത്ത് പറന്ന് കിടക്കുവാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കില്ലേ, അതുപോലെ. അതായത് ഇപ്പൊ നമ്മള് കുറെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം കൂടി ഒരു ബോക്സിനകത്ത് ഇട്ട് വെക്കും അല്ലെ. ഇപ്പൊ ചെറിയ സേഫ്റ്റി പിന്ന്, ആ സേഫ്റ്റി പിന്ന് നമ്മൾ റൂമിൽ ആകെ ചെതറി കിടക്കുവാണെങ്കിൽ നമ്മളൊരു ആവശ്യത്തിന് നോക്കുമ്പോൾ നമുക്ക് കിട്ടില്ല. അതേസമയം നമ്മൾ എല്ലാ സേഫ്റ്റി പിന്നും ഒരു ബോക്സിനകത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് സേഫ്റ്റി പിന്ന് ആവശ്യമുള്ളപ്പോൾ ആ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അത് തന്നെയാണ് ടാലന്റ് പൂളിലും സംഭവിക്കുന്നത്. അതായത് ഓരോ മേഖലയിലെയും ടാലന്റ് പൂള് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ടാലന്റ് പൂളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളെ പിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ടാലന്റ് പൂള് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള, അതായത് സയൻസുമായി താല്പര്യമുള്ള ആളുകളുടെയൊക്കെ ഒരു ടാലന്റ് പൂള് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. വളരെ ചെറിയ ഏജിലാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ളതും അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഫോർ സ്ട്രെങ്തനിങ് ആൻഡ് എക്സ്പാൻഡിങ് ദ സയൻസ് ആൻഡ് ടെക്നോളജി സിസ്റ്റം ആൻഡ് R&D ബേസ്. എന്താണ് R&D ബേസ്? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ബേസ് അല്ലെ. സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ ഈ പറയുന്ന ഇൻസ്പയറിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. A striking feature of the program is that it does not believe in conducting competitive exam for identification of talent at any level. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഒരു സ്ട്രൈക്കിംഗ് ഫീച്ചർ അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സയന്റിഫിക് ടെമ്പറമെന്റ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഒന്നും കണ്ടക്ട് ചെയ്യുമല്ല അല്ലെ. അങ്ങനെ നമുക്ക് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും കോമ്പറ്റേറ്റീവ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ടാലന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അതിൽ പറ്റില്ല അല്ലെ. അതിപ്പോ നിങ്ങൾ നോക്കിയേ, ഇപ്പൊ പല കോമ്പറ്റേറ്റീവ് എക്സാമിലും കയറി പോകുന്ന ആളുകൾ ടാലന്റ് ഉള്ളവരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അവിടെ ആ ഒരു പെർട്ടിക്കുലർ എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അത് നിങ്ങൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ നിങ്ങൾക്ക് കിട്ടാതെ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് ടാലന്റ് ഇല്ലാത്തതുകൊണ്ടാണെന്ന്. അല്ല, ഒരിക്കലും
ഒരിക്കലും അല്ല. ടാലന്റ് ഉള്ള ആളുകളെ സെലക്ട് ചെയ്യുന്ന പരിപാടിയല്ല ശരിക്കും കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്നത്. അതായത് അതിനകത്തൊരു ഒരു പ്രത്യേക ഒരു ടൈപ്പ് ഓഫ് പിക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇൻസ്പയർ ഫോളോ ചെയ്യുന്നത് ഒരിക്കലും എന്തല്ല, കോമ്പറ്റേറ്റീവ് എക്സാമുകൾ കണ്ടക്ട് ചെയ്തിട്ട് ടാലന്റ് ഉള്ള ആളുകളെ പിക്ക് ചെയ്യുക എന്നുള്ളതല്ല. ഇറ്റ് ബിലീവ്സ് ഇൻ ആൻഡ് റിലൈസ് ഓൺ ദി എഫിക്കസി ഓഫ് ദി എക്സിസ്റ്റിംഗ് എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ടാലന്റ്. അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുക. അതിനകത്തു നിന്നാണ് നമുക്ക് ടാലന്റ് ഉള്ള കുട്ടികളെ കണ്ടെത്തേണ്ടത്. അതല്ലാതെ ഒരു പ്രത്യേക പരീക്ഷ നടത്തിയിട്ട് ആ പരീക്ഷ പാസ്സാവുന്നവരൊക്കെ സയന്റിഫിക് ടെമ്പറമെന്റ് ഉള്ളവര് എന്ന് മനസ്സിലാക്കുകയല്ല. നമ്മുടെ ഈ കറന്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ വെച്ചിട്ട് അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിയൽ ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നാണ് ഇൻസ്പയർ പറയുന്നത്. അപ്പൊ അതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതൊരു വ്യത്യാസമുള്ള ഒരു മെത്തേഡും കൂടിയായിരുന്നു. സാധാരണ നമ്മൾ എന്താണ്, ആളുകളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പരീക്ഷ നടത്തുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. ഇത് അങ്ങനെയല്ല. അപ്പൊ ഇത് അതിന്റെ ഒരു പ്രത്യേകത കൂടിയാണത്. അപ്പൊ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പരീക്ഷ നടത്തിയിട്ടാണോ ഇൻസ്പയർ ടാലന്റ് ഉള്ള ആളുകളെ കണ്ടെത്തുന്നത് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ രീതിയിലും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. നോക്കിയേ, ഇനി 31ാമത്തെ ചോദ്യം നോക്കാം. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വാസ് ഡെവലപ്ഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് ബോഡി? ഏത് ബോഡിയാണ്? NCF, NCERT ആണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് NCF ഡെവലപ്പ് ചെയ്തത് ആരാണ്? NCERT ആണ്. കരിക്കുലം പ്രിപ്പയർ ചെയ്യുക, ടെക്സ്റ്റ് ബുക്കുകൾ പ്രിന്റ് ചെയ്യുക, ജേർണലുകൾ പ്രിന്റ് ചെയ്യുക, ഇതൊക്കെ NCERTയുടെ ഡ്യൂട്ടി ആയിട്ട് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കോർഡിനേറ്റ്സ്, പ്രൊമോട്ട്സ് ആൻഡ് ഫണ്ട്സ് റിസർച്ച് ആക്ടിവിറ്റീസ് ഓഫ് ഓൾ സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻസ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് സോഷ്യൽ സയൻസ് റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, അതിന് ഫണ്ട് കൊടുക്കുക? ആ ബോഡി ഏതാണ്? ICSSR. അപ്പോ UGC ഫണ്ട് കൊടുക്കുന്നുണ്ടോ? അപ്പൊ UGC ഫണ്ട് കൊടുക്കുന്നില്ല സോഷ്യൽ സയൻസിന്? സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ ആർട്സ് ആൻഡ് സയൻസിലല്ലേ? ഉണ്ട്. അതായത് UGC ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഇനി എക്സ്ക്ലൂസീവ് ആയിട്ട് സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചിന് പ്രത്യേകം ഫണ്ട്, അതായത് ഇപ്പൊ നമ്മളൊരു കോമൺ ഫണ്ട് UGC കൊടുക്കുന്നുണ്ട് എല്ലാ സബ്ജക്റ്റുകൾക്കും ആർട്സ് ആൻഡ് സയൻസിൽ. അപ്പൊ അതില് സോഷ്യൽ സയൻസും വരും, അതിൽ സോഷ്യൽ സയൻസും വരും. പക്ഷെ ചില എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫണ്ടുകൾ ആര് കൊടുക്കുന്നുണ്ട്? ICSSR കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എന്താന്ന് നോക്കാം. ICPR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസോഫിക്കൽ റിസർച്ച്. അപ്പൊ ഫിലോസഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ച് ആണ് ICPR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസോഫിക്കൽ റിസർച്ച്. In addition to funding a large number of seminars, workshops and conferences, ICPR has taken another important initiative in directly funding original research. അതായത് ഒറിജിനൽ റിസർച്ചിന് ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് കൊടുക്കുകയും ചെയ്യും ICPR. Okay. For example, one of the ICPR's grants supports a 3-year interdisciplinary research program on phenomenology of violence. അപ്പൊ വയലൻസിനെ പറ്റിയിട്ടുള്ള ഒരു പഠനത്തിന് ഈ ICPR സെപ്പറേറ്റ് ആയിട്ട് ഫണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള റിസർച്ചിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഫണ്ട് കൊടുക്കാൻ ആർക്ക് പറ്റും? ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസോഫിക്കൽ റിസർച്ചിന് പറ്റും. അപ്പോ അത് ഒരു എക്സാമ്പിൾ ആണ് വയലൻസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു റിസർച്ച് പ്രോഗ്രാമിന് ICPR ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ IIAS പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി is a research institute located in Shimla. It was set up by Ministry of Education, Government of India in 1964 and started functioning from 20 October 1965. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഷിംലയിലുള്ളത്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ ICSSR. അത് നമുക്ക് അറിയുന്നതാണ്, അപ്പൊ അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. സോഷ്യൽ സയൻസസ് ഇൻ ദി കൺട്രി. ഓക്കെ, എല്ലാം പറഞ്ഞില്ലേ? ന്യൂപ്പ പിന്നെ നമ്മൾ പറഞ്ഞാണല്ലേ? അത് പണ്ട് എന്തായിരുന്നു? ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ഇപ്പൊ അതിനെ ഓട്ടോണോമസ് ബോഡി ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ? നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ്
അഡ്മിനിസ്ട്രേഷൻ. പണ്ട് എന്തായിരുന്നു? നീപ്പ ആയിരുന്നു, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അതിനിപ്പോ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ പദവി ലഭിച്ചത് കൊണ്ടാണ് ഇപ്പൊ അതിന്റെ നീപ്പ എന്നുള്ള പേര് മാറ്റിയിട്ട് ന്യൂപ്പ എന്നായത്. NUEPA. ഇപ്പോ എന്താണ് അതിന്റെ ഫുൾ ഫോം? നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പ്ലാനിങ്, അഡ്മിനിസ്ട്രേഷനും ഒക്കെ ബന്ധപ്പെട്ടിട്ട് സർക്കാരിന് അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബോഡിയുടെ ഫംഗ്ഷൻ. ക്ലിയർ ആണല്ലോ? ന്യൂപ്പയും നീപ്പയും ഒന്നാണ്. ആദ്യം അത് നീപ്പയായിരുന്നു, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ അതിന്റെ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി പദവി ലഭിച്ചതുകൊണ്ട് അതിനെ റീനെയിം ചെയ്തിട്ട് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇപ്പൊ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇതിനകത്തുനിന്ന് കമ്മീഷൻ റിലേറ്റഡ് ആയിട്ട്, സ്കീമുകൾ റിലേറ്റഡ് ആയിട്ട് ഒക്കെയാണ് കൂടുതലും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ആ ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്യുക. പിന്നെ ന്യൂപ്പയൊക്കെ ഇപ്പൊ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കാം. നിങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പോൾ. ഓക്കെ, അപ്പം സംശയങ്ങളൊന്നും ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.